വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്നലത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് പക്ഷേ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ പറ്റിയില്ല. ഇന്നലത്തെ കുറച്ച് കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കണം കാരണം ഞാൻ അങ്ങനെ ഇരുന്നു. പിന്നെ എന്താ പറയുക, ഇന്നപ്പോൾ രാവിലെ തന്നെ 2-3 ദിവസമായി കുണിക്കും നേരെ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് അവർക്കൊന്നിനും മീനോ എന്തെങ്കിലും വേണം ഫുഡ് കഴിക്കുക. അവൻ 2 ദിവസം മുന്നേ മേടിച്ച മീൻ മീനായിരുന്നു. അപ്പോൾ കുണിക്കും പിന്നെ കപ്പക്കെട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് വായിക്ക് ടേസ്റ്റ്, അവർ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. അപ്പോൾ ഞാനാണോ നമുക്ക് രാവിലെ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്, കുറച്ച് ബിരിയാണി റൈസ് ഇരിക്കുന്നുണ്ട്, നമുക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ്. അങ്ങനെ രാവിലെ ഞങ്ങൾ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം പോയി ചിക്കൻ മേടിച്ചു കൊടുത്തു. മേടിച്ച് വന്ന ശേഷം ഞാൻ ഒരു 5-8 പീസ് ചിക്കൻ എടുത്ത് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം അത് കുക്കറിൽ വിസിലടുപ്പിച്ച് വെക്കാനായിട്ടാണ്. പിന്നെ എന്താ പറയുക, ഒരു 3-4-5 പീസ് എടുത്തുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞിനൊക്കെ ഗ്രേവി ആണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഗ്രേവി ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കും. ഉണക്കിക്കുകയാണ് പീസ് നമ്മൾ അവർക്കായിട്ട് അങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് തുണ്ട് ഗ്രേവി തുണ്ട് പീസും അങ്ങനെ എന്തിലായാലും കൊടുക്കുമ്പോൾ അങ്ങനെ വേണം. ഞങ്ങൾക്ക് പിന്നെ ഗ്രേവി മാത്രമായാലും ഞാനും എന്നായിരുന്നു കുഞ്ഞിനും കഴിക്കൂട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ തള്ള ഫുഡ് എന്നിട്ടാണ് തടിച്ചിപ്പാറെന്നൊക്കെ പുതിയ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്കി പുതിയൊരു കമൻറ്റ്, തടിച്ചിപ്പാറ് തിന്നിട്ടാണ്. എൻ്റെ പൊന്നു മോനെ, നീ തിന്നാണ്ടാണോ ഇത്ര വർഷം ജീവിച്ചേക്ക് അറിയാണ്ട് ചോദിക്കുക. ഞാൻ എത്രത്തോളം തിന്നുന്നത് എനിക്കറിയാം. ഞാൻ എത്രത്തോളം ഫുഡാണ് ഡെയിലി കഴിക്കുന്നത് എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനെ ഒരു ചട്ടി വെച്ചു. എനിക്ക് കൂടുതൽ ഇഷ്ടം ചട്ടിയിൽ ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. എന്താ വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ചട്ടിയിൽ ഉരുളിയിൽ അതിലൊക്കെ വെക്കാൻ ടേസ്റ്റ് ഈ നോൺ സ്റ്റിക്കിൽ വെക്കാൻ. പക്ഷേ ഇന്ന് ഞാൻ ബിരിയാണിക്ക് അതിലാണ് വെച്ചത്. പക്ഷേ ടേസ്റ്റ് കൂടെ ഈ 2-ൽ വെക്കുമ്പോഴേനായിട്ട് അതിൻ്റെതായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ ശ്രദ്ധ വേണം മാത്രമല്ല, പെട്ടെന്ന് അടി പിടിച്ച് പോകുന്നു മാത്രം. അങ്ങനെ ഞാൻ സബോളയൊക്കെ ഇട്ടു. സബോളയൊക്കെ ഏകദേശം വെന്ത് എന്നോട് കൂടിയിട്ട് അതിൻ്റെ ഒപ്പം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സബോളയുടെ ഒപ്പം. അപ്പോൾ 3 കൂടെ ഒരുമിച്ച് അങ്ങോട്ട് നമുക്ക് വാടി കിട്ടില്ല. അങ്ങനെ നമ്മളത് ഇളക്കി നിൽക്കുക. എന്താ വെച്ചാൽ ഇളക്കുന്നത് കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അടി കരിയും. അതുകൊണ്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വെന്തോന്ന് പറയാൻ വേണ്ടി ഞാൻ കുക്കറിൽ വിസിലൊക്കെ കളഞ്ഞ് ഓണാക്കി തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 പീസ് ചിക്കൻ, ഒരു 4-5 പീസ് ചിക്കനുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 വിസിലടിച്ച്. 1 കിലോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ വിസിൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ വേവും. ചിക്കൻ ഒരുപാട് വെന്തുടഞ്ഞ് പോയി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള വേവ് നമ്മൾ ഈ ഗ്രേവിയിൽ ഇടുന്ന് വേവണം. അപ്പോൾ അതിൻ്റെ ഉപ്പ് മുളക് എരിയൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, മുളകും പൊടി ഇട്ടു, ഗരം മസാല പൊടി ഇട്ടു. അപ്പോൾ ഇനി ഇത് ജീരകം കൂടി പൊടിച്ച പൊടിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് ടേസ്റ്റിനനുസരിച്ച് പൊടികളിടാം കേട്ടോ. പിന്നെ ഒരു തക്കാളി ഇട്ടിട്ടു. അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ലേ വീട്ടിൽ, അപ്പോൾ വന്നു. അല്ലെങ്കിൽ അത് മിക്സിയിൽ അരച്ച് വയ്ക്കുള്ളൂ. തക്കാളി എപ്പോഴും മിക്സിയിൽ അരച്ച് വയ്ക്കാനായിട്ട് എളുപ്പം. പെട്ടെന്ന് അപ്പോൾ അതൊന്നും ഇതാക്കി കിട്ടും. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് സെറ്റ് ആവണമായിരിക്കും. തക്കാളി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടാണ്. എന്താ വെച്ചാൽ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അന്നേരം കൊണ്ട് നമ്മൾ ബട്ടർ നാൻ കുഴച്ച് വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ബട്ടർ നാനായിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ പറയില്ല, ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര സോഫ്റ്റും ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുഴച്ച് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1/2 മണിക്കൂർ കുഴച്ച് വയ്ക്കട്ടോ. നിങ്ങൾക്കത് കണ്ടാലും നല്ല സോഫ്റ്റായിട്ട് ഞാൻ അത്രയും സോഫ്റ്റായിട്ട് കുഴച്ച് സെറ്റാക്കി വെച്ച് പോയ പൊടിയാണ്. എനിക്കൊന്ന് ഈ ഒരു ഉണ്ടോടെ 5 ബട്ടർ നാനാണ് കിട്ടിയത്. അതിലൊരെണ്ണം ഭയങ്കര ചെറുതായിരുന്നു, ബാക്കിയൊക്കെ ഒരു മീഡിയം വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ ആ ഗ്രേവി ഒന്ന് വറ്റാൻ വേണ്ടി ഇട്ടിക്കാനായിട്ട് ചിക്കൻ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോഴേക്കും നമ്മൾ ബട്ടർ നാൻ പരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പാതിമ്പുറമൊക്കെ തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടർ നാനിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് വരാണ്ട് കുറച്ച് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്, മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വശം നമ്മളിങ്ങനെ മറിച്ചും തിരിച്ചിട്ടൊക്കെ അപ്പോൾ ഇതിങ്ങനെ പൊള്ളച്ച് വരുന്നുണ്ട്. കുറച്ച് ലാസ്റ്റ് ആകുമ്പോൾ ഒന്നുകൂടി ബട്ടർ ഞാൻ തേച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുണിക്കും അനുവായിട്ടും കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാ ടേസ്റ്റിനും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നേരെയുള്ളപ്പോഴൊക്കെ ഉണ്ടാക്കും. രാവിലെ സ്കൂളിലെ ദിവസമൊക്കെ പരമാവധി എന്തുണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കും. എന്താ വെച്ചാൽ നമുക്ക് തലേദിവസം രാത്രി കുഴച്ച് വെച്ച് ഡപ്പയിലൊക്കെ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ എനിക്ക് അപ്പം ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. ചില നേരത്തെ നമ്മൾ എളുപ്പത്തിൽ അങ്ങനെയും ചെയ്യും എന്ന് മാത്രം. പക്ഷേ കൂടുതൽ ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ കുണിക്ക് ഇങ്ങനത്തെ വെറൈറ്റി വല്ല ഫുഡുകളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇഡ്ഡലി ദോശ അതിനേക്കാളും കൂടുതലും അവർക്ക് ഇഷ്ടം ഇങ്ങനെ ചിക്കൻ കറിയും ഇങ്ങനെ ഉണ്ടാകും. നിങ്ങൾക്ക് ആ ഭട്ടൂര കാണുമ്പോൾ അതിൻ്റെ സോഫ്റ്റ് കാണും, ഭയങ്കര ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഗ്രേവി കൂട്ടി കഴിക്കാൻ എനിക്ക് ഇഷ്ടം. പക്ഷേ ഈ ഗ്രേവി നല്ല മാതിരിക്ക് വേണം കേട്ടോ. അങ്ങനെ ഗ്രേവിയുടെ കുണിക്ക് അടിപൊളി ആയിട്ട്. അപ്പോൾ ആ ചിക്കൻ കറി ഫുള്ള് എനിക്കുള്ളതല്ല, അവർക്കും കൂടി ഞാൻ പ്ലേറ്റ് അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന പ്ലേറ്റിൽ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ പ്ലേറ്റ് കൊണ്ടുവന്നത് എനിക്കും ആ പ്ലേറ്റിൽ കഴിക്കുന്നതും ഫുള്ള് ഇന്ത്യയിലെ കുഞ്ഞിനെ ഞാൻ വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ഭയങ്കര
ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇഷ്ടം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കേട്ടോ. നാളെ ഉണ്ടാക്കുമോ? ചോക്ലേറ്റ് പരട്ടണത് വേറെ ഒന്നല്ല കേട്ടോ. ഇന്ന് കുണിക്ക് മോള് സ്കൂളിലേക്ക് കൊണ്ടുപോയത് പാൻ കേക്ക് ആയിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ഉരുക്കി, നല്ല ചോക്ലേറ്റ് ഒക്കെ ഉരുക്കി, അതിൽ ചോക്ലേറ്റും പാലും കൂടി മിക്സ് ചെയ്ത് ഉരുക്കി അത് പരട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. ഓ പറ അത് കാണില്ല, ഏറ്റവും സൂപ്പറായിരുന്നു അല്ലേ? പുറത്തത്തെ ഏറ്റവും ഇഷ്ടമില്ല, അമ്മ ഉണ്ടാക്കേണ്ടത് ഇഷ്ടം. ഇത് എല്ലാവരും ഇത് പറയാന്നുണ്ട്, അമ്മേൻ്റെ കയറി ഞാൻ എല്ലാവരും തോഴും. അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മളൊരു 5 ബിരിയാണി കട്ടി ഇത് മേടിച്ച ചിക്കനായിട്ടോ. ഒരു 3-4-5 പീസ് 5-6 പീസ് എടുത്തു. അതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടാം. അപ്പോൾ ഞാൻ എന്നേട്ടോട് എനിക്കൊന്ന് ചെറുനാരങ്ങി പിഴിഞ്ഞിട്ട് എന്നേട്ടോ. ചെറുനാരങ്ങി ഞാൻ പിഴിഞ്ഞതിൽ ഫുള്ളും നീര് വരില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കൈ കാണിച്ചു കൊടുത്തത് എന്താ വെച്ചാൽ അതിൽ കുരു ഉള്ളിൽ പെടാണ്ടിരിക്കാനായിട്ട് കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കൈയിൻ്റെ മുകളിലേക്ക് അങ്ങനെയായിട്ട് പിഴിഞ്ഞിരുന്നു കേട്ടോ. കണ്ടോ? അപ്പോൾ ഒരു നാരങ്ങയുടെ മുറിയുടെ ഒരു സൈഡിൽ കുരു ഇല്ലാന്നോ, അത് കറക്റ്റ് പിഴിഞ്ഞു. കുരു ഉള്ളത് ഞാൻ അങ്ങനെ കൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാറ് മാത്രം വേണ്ട. ഇങ്ങനെ ഉള്ള കുരുവൊക്കെ നമ്മൾ കയ്യിൽ ഇതാക്കി വയ്ക്കും. നീര് എൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. കണ്ടോ? അപ്പോൾ ഞാനാക്കുമ്പോൾ ഇത്രയും ശക്തിയിലൊന്നും എനിക്ക് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പിഴിയാനായിട്ട് ഞാൻ അന്വേഷണം വിളിക്കട്ടെ എളുപ്പത്തിന്. കണ്ടോ? എന്താ ഇതൊക്കെ പണ്ട് ഇതൊക്കെ നീരും കാരണമൊക്കെ പിഴിഞ്ഞതിൻ്റെ കാര്യം കിട്ടണമെന്ന് ഒരു പ്രവാസിയുടെ ഭാര്യയായിട്ട് ജീവിക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ ആളെടുത്ത് പോകുമ്പോൾ എല്ലാത്തിനും അന്വേഷണം കൂടെ വേണമെന്നുള്ളൊരു ഇതായിട്ടാണ്. ആദ്യമൊക്കെ അടുക്കളയായാലും വീട്ടിലെ പണിക്കായാലും ഒരാളും ഇല്ല, ഒറ്റയ്ക്കാണ് ഈ വീട്ടിലെ കംപ്ലീറ്റ് പണികളും ചെയ്തത്. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അന്നേട്ടാ കുഞ്ഞ എന്ന് വിളിച്ച് ശീലമായി. ഇനിയിപ്പോൾ അങ്ങനെ ഓരോ ശീലം മാറ്റിയെടുക്കണം. എന്താ പറയുക, പക്ഷേ എനിക്ക് എപ്പോഴും അന്നേട്ടൻ്റെ കൂടെ ഞാൻ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ അന്നേട്ടൻ്റെ അടുത്ത് ഒരു ചെറിയ കാര്യങ്ങളായാലും അന്നേട്ടൻ ചെയ്ത് തരുമ്പോൾ എനിക്കത് പ്രത്യേക ഒരു സന്തോഷം, വേറെ ഒന്നുമല്ല. അപ്പം നമ്മൾ കുറച്ച് മുളകും പൊടി കൂടുതലിട്ട് മസാല പറ്റി വെച്ചോട്ടെ. എന്താ വെച്ചാൽ നമ്മൾ ഈ മുളകും പൊടി ഒന്നും വേസ്റ്റ് ആവില്ല, നമുക്കിത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. എന്താ വെച്ചാൽ അപ്പോൾ ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കുന്നത് നമ്മൾ ചെറുനാരങ്ങയല്ല പിഴിഞ്ഞ് വെച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് അതിൽ പിന്നെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വേണം കേട്ടോ. ഒരു ഉണ്ട വെളുത്തുള്ളി ഞാൻ കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ട്. എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന റൈസ് ബിരിയാണി റൈസോ നെയ്ച്ചോറോ ഒന്നും അല്ല കേട്ടോ. ഒരു വെളുത്തുള്ളി റൈസ് നല്ല ഫ്ലേവറുള്ള നല്ലൊരു റൈസ് ആയിരുന്നു. അപ്പം ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഒരുപാട് മെഴുക്കോ കാര്യങ്ങളോ മട്ടിപ്പ് ഒന്നുമില്ല കേട്ടോ. അതിലേക്ക് ഞാൻ 2 തക്കോലം, ഒരു തുണ്ട് കനം കുറഞ്ഞൊരു പട്ട, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഒരു തുണ്ട് തക്കോല കേട്ടോ. ഇതാണ് ഇട്ട്. പിന്നെ നമ്മൾ ആ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയാണ് കേട്ടോ ഇപ്പം ഞാൻ ചേർത്തത്. എന്താ വെച്ചാൽ ഇതൊരു ബിരിയാണിയുടെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. നല്ല ഫ്ലേവറായിട്ടുള്ളൊരു റൈസായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് അടിപൊളിയോ ഞാൻ അമ്മ സംസാരിച്ചോട്ടെ. എന്നിട്ട് അങ്ങനെ ഞാൻ അരിക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ റൈസിലേക്ക് ആവശ്യമുള്ള. അപ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന് പറഞ്ഞ അരിക്ക് വെള്ളം വെക്കണം. നമ്മൾ ചെറിയ ജീരകശാല അരിയാണെങ്കിൽ അടിപൊളിയും. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം നെക്സ്റ്റ് കിട്ടിയ അരി അത്ര ചുവല്ല. ജീരകശാലയല്ല, ഏതോ ഇന്ത്യ ഗേറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. പക്ഷേ ഒരു ചുവില്ലാത്ത അരിയായിരുന്നു. പക്ഷേ നല്ല ജീരകശാല അരി കൊണ്ടൊക്കെ വെക്കുകയാണെങ്കിലോ ഭയങ്കര സോഫ്റ്റും ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജീരകശാല അരിയിൽ ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ നമുക്കിതിലേക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അത് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം അത് വെന്ത് വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ അപ്പുറത്ത് നമ്മളൊരു 3/4 കിലോ അരിയില്ല, കുറച്ച് അരി ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് ഇട്ട് കൊടുത്തു. കണ്ടോ? അത് വെള്ളം തിളച്ചപ്പോൾ അത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ അരമണിക്കൂർ ദമ്മ് പോലെ വേവിക്കുക കേട്ടോ. ചെറിയ തീയിൽ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ പുറത്ത് വെന്തോന്നൊക്കെ നോക്കി നോക്കാം. ഏകദേശം ചിക്കൻ വെന്തപ്പോൾ അതിൻ്റെ ഗ്രേവി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. കണ്ട? അപ്പോൾ ആ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിങ്ങനെ കൈകൊണ്ട് ഫുൾ പെറ്റാകുന്നിടത്തോളം കോരി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കോരിടുക. പക്ഷേ ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത് ഈ ബിരിയാണിക്ക് മാത്രമല്ല എന്ത് ഫുഡിൻ്റെ കൂടെയാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ബട്ടർ നാനിൻ്റെ കൂടെ പൂരിയോ എല്ലാം ദോശയോ എല്ലാത്തിനും കൂടി കഴിക്കുന്നത് വെച്ചാൽ അടിപൊളി ഗ്രേവി ആയിരുന്നു. ഈ ഗ്രേവിയെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ ഉള്ളത് കേട്ടോ.
അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഓരോ റെസിപ്പി കാണിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാറുള്ളൂ, ഉണ്ടാക്കാറുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ പിള്ളേരെ സംബന്ധിച്ച് അങ്ങനെ ഇതിൻ്റെ ഫുഡ് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി അങ്ങനെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് അവരുടേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ അവർ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ എല്ലായിടത്തും ഈച്ച ശല്യമുള്ളവർ ഇവിടെ ഉണ്ട്. പക്ഷേ എന്നാലും 1-2 ഒക്കെ ഉള്ളൂ. ബാക്കി ഞാൻ ആ ഈച്ച പശിയിൽ അത് മേടിച്ച ജെല്ലമേ കിട്ടും. പരമാവധി ഒക്കെ അയിമ വന്നിരുന്ന് ഈച്ച അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി അത് ആ സാധനം വന്നതോടുകൂടി ഞാൻ ഹാപ്പിയാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 10-20 മേടിച്ച് വീട്ടിലേക്ക് കിട്ടും. ഹാളിലും സിറ്റ് ഔട്ടിലും അവിടെ കൊണ്ടുവയ്ക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം ആ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ച് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ഈ കുണിക്കുമ്പോഴോടെ ഒരു കുറുമ്പ് കാണിച്ചിട്ട് അപ്പോൾ കുണിക്കുമ്പോഴെ ഒന്ന് മാറ്റിയത് വാതിലടച്ചിട്ട് കൊണ്ട് കാരണം ശബ്ദം കൊണ്ട് വരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കനിൽ കുറേശ്ശെ ഓയിൽ ഒഴിച്ച് ഇത് 2 വശം ഒരു പകുതി വറവ് മുരിച്ചെടുക്കുക. പകുതി മതിയിട്ട് ഒരുപാട് മുരിഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം വറ്റിപ്പോണ്ട് ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നു കുറേശ്ശെ മതിയിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഏകദേശം നമ്മൾ വറവായി കഴിഞ്ഞാൽ നമ്മൾ ആ എണ്ണ തുള്ളി തന്നെ ഉണ്ടാവുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാവില്ല. ബാക്കി ആ ചിക്കനൊക്കെ നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് അതിലേക്ക്. അപ്പോഴേക്കും എൻ്റെ ക്യാമറ ഞാൻ അറിഞ്ഞില്ല, ഓഫ് ചെയ്തായിരുന്നു. പിന്നെ ഒരു 3 മീഡിയം സബോളയും ഒരു 5-10 വെളുത്തുള്ളി, ഒരു 3-4-5 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ച് വാട്ടിയെടുത്ത മസാലയാണ് കേട്ടോ. അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അത് നല്ല മാതിരി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കളറ് പെട്ടെന്ന് വരാൻ കാരണം നമ്മൾ വറുത്ത ചിക്കൻ്റെ എണ്ണയിൽ തന്നെയാണ് ഈ സബോളയും വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് വേറെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ 4 വലിയ തക്കാളിയാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. എന്ന് വെച്ചാൽ നമ്മളതിലേക്ക് തൈരോ മറ്റു വേറെ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇവിടെ 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ. അതാണ് ഈ കറണ്ട് പോയി വന്നും നിൽക്കുന്നത്. എല്ലായിടത്തും മഴ ഉണ്ടോയെന്ന് തോന്നുന്നു. ഏകദേശം എല്ലാ പൊന്നു പിടിച്ചപ്പോൾ പറഞ്ഞു വയനാടൊക്കെ നല്ല മഴയെന്നൊക്കെ പൊന്നു പറയേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളി ഏകദേശം നമ്മൾ ഈ മരത്തിൻ്റെ തവിനെ ഏകദേശം ഇങ്ങനെ ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കൊണ്ടുണ്ടാകും. പിന്നെ ഇതിലേക്കുള്ള മസാല എന്താ വെച്ചാൽ നമ്മൾക്ക് എരിവൊക്കെ പുളിക്ക് ആവശ്യത്തിനുള്ളൊരു ഞാൻ അതിൻ്റെ അളവ് പറയണില്ല. എന്താ വെച്ചാൽ മല്ലിപ്പൊടിയുടെ മണം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം. അല്ലെങ്കിൽ കുറച്ച് മതിങ്ങ കുറച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളകും പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ മുളകും ചാറ് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇടുക. ഉപ്പ് ഇപ്പോൾ ഇടണ്ട, നമ്മൾ ഗ്രേവി ഒഴിച്ചതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടത് നല്ല ജീരകവും പെരുംജീരകവും കൂടി വറുത്ത് പൊടിച്ച് വെച്ച മസാലയാണ് കേട്ടോ. അതും ഒന്നിട്ട് കൊടുത്തു കേട്ടോ. ഇതിൽ ഗരം മസാല ഞാൻ ചേർത്തിട്ടില്ല. നല്ല മാതിരി വാട്ടിയെടുക്കാം കേട്ടോ. കാരണം നന്നായി സോഫ്റ്റായിട്ട് നല്ല എൻ്റെ കുത്തുമാറിന വരയ്ക്ക് ഇങ്ങനെ വാട്ടിയെടുക്കുക. നമ്മൾ ക്ഷമയോടൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ എന്ത് കറിക്കും അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മൾ ആ മിളക് ചാറില്ലേ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ. കണ്ട മിളക് ചാറൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ ആ മിളക് ചാറിൽ ആ ചിക്കൻ്റെ ചാറൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിട്ട് അത് ഒഴിക്കുമ്പോൾ പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തു. ഇതിൽ കറിവേപ്പിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിതിൽ വേസ്റ്റായിട്ട് പോകുന്നത് ഒന്നുമില്ല. എന്താ വെച്ചാൽ മസാലയൊക്കെ കറക്റ്റ് സബോളയിൽ തന്നെ വെന്തുടനെ ഇഞ്ചിയുടെ വേസ്റ്റോ തക്കാളിയുടെ ഒന്നും നമുക്ക് ഇതിനെടുത്ത് കളയാൻ പറ്റില്ല. എന്താ വെച്ചാൽ എല്ലാം ഗ്രേവിയിലൂടെ യോജിച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ പറക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ തീയിലിട്ടിട്ട് ഈ മസാല അതിന് ആ ചിക്കനായിട്ടൊന്ന് പെരണ്ട് വരുന്നവർക്ക് നമുക്ക് ക്ഷമോടക്കനെ കാത്തിക്കാം കേട്ടോ. ഞാൻ ചുമ്മാ പറയണ്ട, നിങ്ങളെ ആ കളറൊന്ന് നോക്കിക്ക് ചിക്കൻ്റെ ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കി എന്താ നല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണെന്ന് പറയുക ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ ഫുഡിനുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ മറക്കണം. അത് പ്രത്യേക ടേസ്റ്റാണ് അതിലേക്ക്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹോട്ടൽ ഫുഡും നമ്മുടെ വീട്ടിലെ ഫുഡും നമ്മൾ മാറ്റം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ബട്ടർ നാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ പ്യൂർ പാല് അതിൽ വെള്ളം ഒന്നും ചേർക്കാണ്ട് പാലും ബട്ടറും കൂടിയിട്ടാണ് ആ കുഴച്ചുണ്ടാകുന്നത്. അപ്പോൾ അതിന് വേറെ അവർ ഫുള്ളും പാലൊന്നും അവരെന്താ വെച്ചാൽ അവർക്കിത് വിൽക്കുമ്പോൾ അതിൻ്റെ ലാഭം വേണം. അപ്പോൾ അതിനനുസരിച്ച് അവരതിൽ കള്ളത്തരങ്ങൾ ചേർക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു കള്ളത്തരങ്ങളില്ലാണ്ട് നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ. അപ്പോൾ കള്ളത്തരമൊന്നും ഇല്ലാണ്ട് അതിലെന്താണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് പാലാണെങ്കിൽ പാല് പഞ്ചസാര എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കും. ഹോട്ടലുകളിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ കുറച്ച് തരികട അവർക്ക് കുറ്റം പറയട്ടെ. അതിപ്പോൾ നാളെ ഒരു ഹോട്ടലായിട്ട് തുടങ്ങുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഞങ്ങളും ഹോട്ടലിൽ റെസ്റ്റോറൻറ്റൊക്കെ നടത്തിയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാലോ. പക്ഷേ ഞങ്ങൾ അവിടെയും കള്ളത്തരം കാട്ടിയില്ല കേട്ടോ. അതാണ് ഞങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം. കള്ളത്തരം കാണിച്ചാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. അങ്ങനെ
അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ റൈസിന് ഈ സബോളയുടെ കുറച്ചുകൂടി ഫ്ലേവർ ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് എന്താ വെച്ചാൽ ഇത് ബിരിയാണിയുടെ എസൻസുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പട്ടയുടെ സ്മെല്ല് പോലും അതിന് ബിരിയാണിക്ക് ആ റൈസിനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ശേഷം സബോള ഞാൻ വറുത്ത് കോരിയെടുക്കുക, വറുത്ത് കോരിയിട്ട് ഈ ഓയിലും നെയ്യും കൂടിയിട്ടുള്ള വറക്കുന്നുണ്ട്. അത് നേരെ റൈസിലേക്കാണ് തട്ട് കൊടുത്തിട്ട് എന്ന് വെച്ചാൽ ഓൾറെഡി റൈസിൽ നമ്മൾ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം, അപ്പോൾ ഹോട്ടൽ ഫുഡ് നമ്മുടെ ഫുഡ് നമ്മളുടെ മാറ്റമാണ്. പിന്നെ ഹോട്ടൽ ഫുഡിൽ കെമിക്കലുകൾ കാര്യങ്ങൾ കളറുകളും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ കൊടുക്കുന്ന ഫുഡാകുമ്പോൾ നമ്മളത് അത്രയും ശ്രദ്ധിച്ച് സൂക്ഷിച്ചിട്ടുണ്ടാക്കുകയുള്ളൂ. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഈ നെഗറ്റീവ് വരുന്നൊരു ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഞാൻ നെഗറ്റീവിന് വേറെ ഒന്നും ചെയ്യില്ല. ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ നല്ലതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയല്ലേ ചെയ്യുന്നുള്ളൂ. വേറൊരു കുറ്റം അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക്. ഞാൻ പറയട്ടെ, നമ്മളുണ്ടാക്കുന്ന ഫുഡിന് അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാലും അത് ഉണ്ടാക്കി നമ്മുടെ ഭർത്താവിനും മക്കളുടെ മുന്നിലൂടെ അവരത് കഴിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്നത് നമുക്ക് സന്തോഷമുണ്ടല്ലോ. അത് എത്ര കാശ് കൊടുത്ത് ഹോട്ടലിൽ നിന്ന് മേടിച്ചു കൊടുത്താലും നമുക്ക് കിട്ടില്ല. പക്ഷേ എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് ഹോട്ടലിൽ നിന്ന് മേടിച്ചു കൊടുക്കാനൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവർക്കും ആഗ്രഹങ്ങളും കാര്യമുണ്ട്. അവരിപ്പോൾ ഒരു യൂട്യൂബ് തന്നെ കാണുമ്പോൾ കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഇപ്പോൾ കുണിക്കിൻ്റെ മനസ്സിൽ ഫ്ലൈറ്റ് കയറണമെന്ന് എന്താണ്, ഓരോ ഷോർട്സിൽ ഓരോ കുട്ടികളും ഫ്ലൈറ്റിൽ പോകണം, ദുബായി പോകണം, ഇതൊക്കെ കണ്ടിട്ടാണ് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ. അപ്പോൾ അത്രയും വലിയ ആഗ്രഹമൊന്നും നമുക്ക് സാധിച്ചു കൊടുക്കാൻ എളുപ്പമല്ലല്ലോ. അപ്പോൾ നമുക്ക് ചെറിയ അവരുടെ ഒരു ഹോട്ടലിൽ ചിലപ്പോൾ ഇന്നലെ ഇപ്പോൾ 2 ദിവസം മുന്നേ രാത്രി ഇപ്പോൾ നമ്മൾ ബർഗർ കഴിക്കണം. അപ്പോൾ ഞങ്ങൾ രാത്രി അത് അടയ്ക്കണ നേരത്തോട് 11:30 അടച്ചവർ കസാരയൊക്കെ മാറ്റി എന്നിട്ട് ഞങ്ങൾ വരുന്നുണ്ടപ്പോൾ ഞങ്ങൾക്ക് അവർ ആ ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ഉണ്ടാക്കി കൊടുക്കുക ചെയ്തിട്ടാണ്. അപ്പോൾ ആ നേരത്താണ് അവർ പറയണത് അവർ കഴിക്കണത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളവർ, പക്ഷേ ഇവർക്ക് 3 ആൾക്ക് മേടിച്ചു കൊടുക്കും. എനിക്ക് അതിനൊന്നും ഞങ്ങളങ്ങനെ മേടിക്കാറൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒരിക്കൽ മേടിച്ചെങ്കിൽ അല്ലെങ്കിൽ ഇവർ കഴിക്കുമ്പോൾ ഇവർ അതിന് ഓരോ ഓരോ കടി ഞങ്ങൾക്ക് തരും. അല്ലാണ്ട് ഞങ്ങളുടെ 3 മക്കൾ കഴിക്കില്ല. എന്താ വെച്ചാൽ അമ്മ ഒരു കറി, അതിപ്പോൾ കുഞ്ഞനായാലും അങ്ങനെ തന്നെയാണ്, കുണിക്കുമ്പോളായാലും അങ്ങനെ. പിന്നെ കുണുക്കൻ ഇങ്ങനെ ഇവരൊക്കെ തരുന്നതാണ്. പിന്നെ കുണുക്കൻ തന്നില്ലെങ്കിൽ അതൊരു വിഷമം വെച്ചാൽ ഇടയ്ക്ക് അവനും തരും. പക്ഷേ ഞങ്ങളധികം കഴിക്കില്ല കേട്ടോ. അവർ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ ഞാനും എണ്ണ പറഞ്ഞാൽ വീട്ടിൽ വന്നാൽ എന്ത് ഫുഡായാലും ഞാനും എണ്ണ കഴിക്കും. ഇവർക്കാണ് ആ കറി പറ്റില്ല, ഈ കറി പറ്റില്ല, ഇത് പറ്റില്ല, അത് പറ്റില്ല എന്നുള്ള പരിപാടിയിട്ടാണ്. ചില ദിവസങ്ങൾ ചില മൂട്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ എന്താ കഴിച്ചു, 2 ചപ്പാത്തി കഴിച്ചു. ഉച്ചയ്ക്ക് ഇവരൊക്കെ ചോറിന് എന്നോട് ചോറിന് എനിക്ക് 4 മണിക്ക് ഉണ്ട്. അപ്പം ഞാനെനിക്ക് ചോറ് വേണ്ട, 2 ചട്ടകം 2 കുഞ്ഞ കയ്യിലുകൊണ്ട് കഞ്ഞി എടുത്തു, ചോറിട്ട് കുറച്ച് കഴിഞ്ഞ് പച്ചവെള്ളം ഒഴിച്ച് അത് വാരി കഴിച്ചു, കറിയൊന്നുമില്ലാണ്ട്. ചില ദിവസം നമ്മളങ്ങനെ നമുക്കതിൻ്റെ ഭക്ഷണത്തിനായിട്ട് തടി കുറയ്ക്കാനാണ് എന്ത് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ തടി കുറയ്ക്കാൻ എന്നുള്ളതായിരിക്കും ഞാൻ ഭക്ഷണം ഞങ്ങൾക്ക് കുറയ്ക്കാമല്ലോ. എന്താ വെച്ചാൽ അങ്ങനെ കുറയുന്ന തടിയല്ല, എനിക്കറിയാമല്ലോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ആയിട്ട് അത് മാറ്റിക്കരുത്. ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ലാസ്റ്റ് പണിയുണ്ട്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചിക്കൻ കറി ആയാലും സ്കൂൾ പോകണ കുട്ടികൾക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകണവർക്കൊക്കെ തലേദിവസം ഉണ്ടാക്കി കേട്ടോ. എന്ന് വെച്ചാൽ ചിക്കൻ വേവിച്ച് എണ്ണ ഒഴിച്ച് വറുത്ത് ഡപ്പയിലാക്കി വയ്ക്കാം, അതിൻ്റെ ഗ്രേവി ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. സബോള മസാല പിറ്റേ ദിവസം ഉണ്ടാക്കുക, അതിൽ തട്ടി കൊടുക്കുക, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓക്കെ. പിന്നെ റൈസിൻ്റെ എളുപ്പമണി നിങ്ങൾ കണ്ടല്ലോ, കുക്കറിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ ചെയ്ത് നമ്മളതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരുപാട് ഈ സബോള വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണമെന്ന് നിർബന്ധമില്ല. എന്താ വെച്ചാൽ ആ റൈസിൻ്റെ ഫ്ലേവർ എന്താ വെച്ചാൽ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് അതിന് ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐറ്റംസാണ്. ചിലതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കണവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമല്ല, നല്ല ജീരകശാല അരി വെച്ച് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ നമ്മുടെ ഫുഡായി സെറ്റായി കണ്ട ഫുഡൊക്കെ ഞങ്ങൾ എടുത്തൊന്ന് സെറ്റ് ചെയ്ത് മേശം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ റൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഒരു ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു സിമ്പിളായിട്ടുള്ള റൈസല്ലേ. ആ സിമ്പിളായിട്ടുള്ള റൈസിന് സിമ്പിളായിട്ടുള്ള ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതിന് ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ആ റൈസ് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നല്ല കട്ട പുളി കുറഞ്ഞ നല്ല കട്ട തൈരിൽ സബോള ഇട്ട് ആ ചിക്കൻ്റെ ഗ്രേവി ഇട്ട് എനിക്ക് വളരെ കുറച്ച് ഫുഡ് വേണം കേട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എത്രത്തോളം കഴിക്കുന്നു എനിക്ക് എൻ്റെ പക്ഷേ ഉള്ള ഫുഡ് നല്ല ആസ്വദിച്ച് ഇഷ്ടത്തിൽ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഒരു 5:30 ആയപ്പോൾ അവർ വീണ്ടും ബിരിയാണി റൈസൊക്കെ കഴിച്ചതിന് ശേഷം ഉള്ള അടിയും കുസ്തിയാണ് കാണുന്നത്. ഇത് ശരിക്കുള്ള അടിയല്ല, ഇവരിങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ, അടിക്കുന്ന പോലെയൊക്കെ. പക്ഷേ കളി കാര്യമായി കുണുക്കേനെ ഒരു കടി കിട്ടി, അതാണ് കളി കാര്യതാണ്. ഇപ്പോൾ ശരിക്കും മേത്ത് അടിക്കേണ്ട പോലെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് കളിക്കുന്നത് കേട്ടോ. അവസാനം കുണുക്കിയ ഇതുവരെ ലൈഫിൽ ആരും കടിച്ചതായിരിക്കും, കുണുക്കൻ എന്നൊരു കടി കടിച്ച് പൊന്നോ കൈ
കാണാൻ പറ്റിയ കല്ല ചെറിയ. അപ്പോൾ കുണുക്കൻ പറഞ്ഞു നാളെ സ്കൂളിൽ പോയി ഞാൻ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കും, നീ കടിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ എന്താ ചെയ്തെന്നോ, അവളുടെ കൈ സ്വയം കടിച്ചിട്ട് പാടാക്കി. എന്നിട്ട് അച്ഛൻ അവൾ പറയും ഞാനും പറഞ്ഞു ടീച്ചർ കണ്ട അച്ഛൻ അത് നോക്കിയിട്ട്. അപ്പോൾ നീ കടിക്കോ കണ്ടിട്ടാ അപ്പോൾ എന്നിട്ട് പിടിക്കരുത് അവളെന്നെ. ഇത് കടിക്കാണ്ട് എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് കാണിച്ചല്ലോ എന്നിട്ട് കടി കിട്ടിയിട്ട. എന്നിട്ട് എന്നിട്ട് വാച്ച് കിട്ടിയോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ വീട്ടിൽ ഏറ്റവും വലിയ പോക്കിരി ഇവളാട്ടോ. ആദ്യം നമ്മുടെ കുഞ്ഞിനായിരുന്നു വീട്ടിലെ പോക്കിരി, ഇപ്പം കുണിക്കേ നമ്മുടെ വീട് ഭരണം. കുഞ്ഞിനും കുണിക്കാണ് ഈ വീട് ഭരിക്കുന്നത്, 2 മുതലുകൾ കേട്ടോ. കുണുക്കൻ പിന്നെയും പാവാട്ടോ. അങ്ങനെ ഇവർ കുണിക്കയുടെ കൂടെ എന്തൊക്കെയോ ലുക്കറ്റ്മീന്ന് എന്തൊക്കെയോ പറയണ്ട കേട്ടോ, എന്തൊക്കെയോ പറയണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ശരിയാക്കിയാൽ നീ മര്യാദയ്ക്ക് വായു പഠിക്കേണ്ട ഞാൻ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.